മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിലിനായി ഈശ്വർ മാൽപെ പുഴയിലിറങ്ങി. ഈശ്വർ മാൽപെയുടെ നേതൃത്വത്തിലെ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. ഇതിനായി 4 വഞ്ചികൾ പുഴയിൽ ഇറക്കിയിട്ടുണ്ട്. ശിരൂരിൽ മഴയ്ക്ക് നേരിയ ശമനവുമുണ്ട്. പുഴയിലെ ഒഴുക്കും ചെറിയ രീതിയിൽ കുറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് തെരച്ചിൽ വീണ്ടും തുടരാൻ തീരുമാനിക്കുന്നത്. അതേസമയം ഇന്നുകൂടി പരമാവധി തെരച്ചിലിന് ശ്രമിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. തെരച്ചിലിന് കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് കാർവാർ MLA സതീഷ് സെയിൽ പറഞ്ഞു. ഡ്രഡ്ജ് ചെയ്യാനുള്ള യന്ത്രം നദിയുള്ളിൽ എത്തിക്കാൻ കഴിയില്ല. മറ്റ് മാർഗങ്ങൾ തേടുകയാണ്. പ്രൊക്ലൈനർ നിലവിൽ എത്തിച്ചാലും നദിയിൽ ഇറക്കാൻ സാധിക്കില്ലെന്നും MLA പറഞ്ഞു. ഡ്രഡ്ജിംഗ് സാധിക്കില്ലെന്ന് കളക്ടറും വ്യക്തമാക്കിയിരുന്നു. അതേസമയം തെരച്ചിൽ തുടരണമെന്ന് കേരളം ആവശ്യപ്പെട്ടതായി AK ശശീന്ദ്രൻ പറഞ്ഞു. തെരച്ചിലിൽ കൂടുതൽ കാര്യക്ഷമമാക്കണം. എന്തു സഹായം നൽകാനും കേരളം തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. ഗംഗാവലി അപകടം നിറഞ്ഞ നദിയെന്നും ഇങ്ങനൊരു ദൗത്യം ആദ്യമെന്നും ഈശ്വർ മാൽപെ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വന്തം റിസ്കിലാണ് പുഴയിൽ ഇറങ്ങുന്നത്. ഇതുവരെ ട്രക്ക് കാണാനായിട്ടില്ല. ഇന്ന് വീണ്ടും മുങ്ങി ട്രക്ക് കണ്ടെത്താൻ ശ്രമിക്കും. ഏറെ അപകടം നിറഞ്ഞ നദിയാണ് ഗംഗാവലി. അടിയൊഴുക്ക് ശക്തവുമാണ്. മുങ്ങുമ്പോൾ ഒന്നും കാണാനാകുന്നില്ല. കണ്ണുകെട്ടി ഇറങ്ങുന്നത് പോലെയാണ്. സ്വന്തം റിസ്കിലാണ് ഇറങ്ങുന്നതെന്ന് എഴുതി നൽകിയതാണ് ഇറങ്ങിയത്. ഇതുവരെ തകര ഷീറ്റുകളും തടികളും വൈദ്യുതി കമ്പികളും കണ്ടെത്തിയെന്നും ഈശ്വർ മാൽപെ പറഞ്ഞു. ഇതിനിടെ പ്രതികൂല കാലാവസ്ഥ എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നതിനോട് സംസ്ഥാന സർക്കാരിന് യോജിപ്പില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് പറഞ്ഞു. യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ മാറ്റുന്നതിൽ സംസ്ഥാനം അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോവുകയാണ്. മീറ്റിംഗിൽ ഒരു കാര്യം പറയുകയും പിറ്റേന്ന് അതിൽ നിന്നും പുറകോട്ട് പോവുകയും ശരിയല്ല. പാൻടൂൺ കൊണ്ടുവരുന്ന കാര്യത്തിൽ വൈകിട്ട് എടുത്ത തീരുമാനം പിറ്റേന്ന് രാവിലെ മാറ്റി. അതിൽ വിയോജിപ്പ് അറിയിച്ചിട്ടുമുണ്ട്. നിലവിലുള്ള കൂടുതൽ സാധ്യതകൾ ഉൾപ്പെടുത്തണം. നേവൽ ബേസിക് സംവിധാനങ്ങളിലെ കൂടുതൽ സാധ്യതകളുണ്ട്. കർണാടക മന്ത്രിമാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യണം. രക്ഷാപ്രവർത്തനത്തിന്റെ വിവരങ്ങൾ കുടുംബത്തെ അറിയിക്കണമെന്നും പക്ഷേ അങ്ങനെ ഉണ്ടാകുന്നില്ലെന്നുമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. അതേസമയം ശിരൂരിൽ തെരച്ചിൽ തുടരണമെന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നുകൂടി പരമാവധി ശ്രമിക്കണമെന്ന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അറിയിച്ചു. രക്ഷാപ്രവർത്തനം തുടരുന്നതിൽ കർണാടക സർക്കാർ നിർദ്ദേശമനുസരിച്ച് മാത്രമായിരിക്കും തീരുമാനമെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ പറഞ്ഞു. കാലാവസ്ഥ അനുകൂലമാകും വരെ കാത്തിരിക്കുകയേ നിവൃത്തിയുള്ളൂവെന്ന് കളക്ടർ അവലോകന യോഗത്തിൽ വ്യക്തമാക്കി. അർജുനായുള്ള തെരച്ചിൽ 13ാം ദിവസത്തിലേക്കാണ് ഇന്ന് കടന്നത്. ഇന്ന് രാവിലെ 9ഓടെ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നായിരുന്നു പറഞ്ഞതെങ്കിലും മോശം കാലാവസ്ഥ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇന്നുകൂടി പരമാവധി ശ്രമിക്കുമെന്ന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തു. അർജുന്റെ ട്രക്കുണ്ടെന്ന് കരുതിയ ഗംഗാവലി നദിയിൽ ശക്തമായ അടിയൊഴുക്ക് തുടരുന്നുവെന്ന് ദൗത്യസംഘം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. 10 കിലോമീറ്ററിലേറെ വേഗതയിലാണ് നദിയിൽ ഒഴുക്ക് തുടരുന്നത്. ഗംഗാവലി അപകടം നിറഞ്ഞ നദിയാണെന്നും ഇങ്ങനെയൊരു ദൗത്യം ആദ്യമെന്നും ഈശ്വർ മാൽപെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സ്വന്തം റിസ്കിലാണ് പുഴയിൽ ഇറങ്ങുന്നത് എന്നുമാണ് മാൽപെ പറഞ്ഞത്. ഇതേസമയം ഇന്നുകൂടെ രക്ഷാപ്രവർത്തനം നോക്കി ചെയ്യുമെന്നായിരുന്നു കർണാടക സർക്കാർ പറഞ്ഞത്. എങ്കിലും അർജുനെ കിട്ടും വരെ തിരച്ചിൽ തുടരണമെന്നാണ് കേരളം കർണാടകയോട് ആവശ്യപ്പെടുന്നത്.